ഹലോ ഗൈസ്, TL അടുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എങ്ങനെയാണ് നമുക്ക് മറ്റേ കീ മാപ്പർ ആപ്പ് വഴി നമുക്ക് ഈ PC പോലെ ഇമോട്ട് മൊബൈൽ ഫോണിൽ അടിക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം, ഞാൻ ഇപ്പോൾ ടാബിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇത്തിരിയൊക്കെ വ്യത്യാസം ഉണ്ടാവും മൊബൈലിൽ. അതുകൊണ്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കീ മാപ്പർ ആൻഡ് ഫ്ലോട്ടിംഗ് ബട്ടൺസ് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ പോകുമ്പോൾ ഓക്കെ കൊടുത്തിട്ട് മുകളിലുള്ള ഫിക്സ് ബട്ടൺ ഉണ്ട്, അതും അമർത്തിയിട്ട് എനേബിൾ കൊടുക്കുക. എന്നിട്ട് നേരെ അടിയിൽ പോയിട്ട് കീ മാപ്പർ എന്ന് പറഞ്ഞ അതിൽ തൊട്ടിട്ട് കീ മാപ്പർ എനേബിൾ ചെയ്യുക. എന്നിട്ട് ഫിക്സ് ഒന്നും കൂടി അമർത്തിയിട്ട് ഫിക്സ് പാർട്ടിക്കുലി എന്ന് പറഞ്ഞ ബട്ടൺ അമർത്തിയിട്ട് അലോ കൊടുക്കുക. എന്നിട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു ബട്ടൺ ഇല്ലേ പ്ലസിൻ്റെ, അത് അമർത്തിയിട്ട് റെക്കോർഡ് ട്രിഗർ തൊടാം. എന്നിട്ട് അപ്പോൾ നമ്മൾ വോളിയം ബട്ടൺ ഇല്ലേ, വോളിയം ബട്ടൺ അപ്പ് ബട്ടൺ നിൽക്കുക. അപ്പം നമുക്ക് ആ വോളിയം അപ്പ് ബട്ടൺ സെറ്റ് ആവും. എന്നിട്ട് നേരെ നമ്മൾ ഫിക്സ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. എന്നിട്ട് നേരെ കീ മാപ്പർ പോയിട്ട് അലോ കൊടുക്കുക. അപ്പോൾ ഈ പരിപാടി തീർന്നു. ഇനി മുകളിൽ ആക്ഷൻസ് ഉണ്ട്, അതുമ്മ സെലക്ട് ചെയ്തിട്ട് ആഡ് ആക്ഷൻസ് കൊടുത്തിട്ട് ടാപ്പ് സ്ക്രീൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ഇമോട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഇത് പോയിട്ട്, ഞാനിപ്പോൾ ഇത് ശരിച്ചു പിടിച്ചിട്ടുണ്ട്, ഫോൺ ഏകദേശം വരുന്നുണ്ടാവും. നമ്മൾ ഇമോട്ടിൻ്റെ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഏത് ഇമോട്ടിൻ്റെ എവിടെയാണോ വയ്ക്കേണ്ടത് അവിടെ വയ്ക്കുക. അതുമ്പോൾ തൊട്ട് കൊടുത്താൽ മതി, അപ്പോൾ ശരിയാവും. എന്നിട്ട് റൈറ്റ് സൈഡ് താഴെയായിട്ട് ടിക്ക് ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ഞെക്കിയിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് മുകളിൽ നോക്കുമ്പോൾ സെറ്റിങ്സിൻ്റെ ബട്ടൺ ഉണ്ടാവും, അതുപോലെ ഞെക്കിയിട്ട് നമ്മൾ റിപ്പീറ്റ് കൊടുക്കുക. റിപ്പീറ്റ് കൊടുത്തിട്ട് 20 ആക്കിയിടുക. അല്ല ഹൗ മെനി ടൈംസ് എവരി റിപ്പീറ്റ് അത് 20 ആക്കുക. ഞാനിപ്പോൾ ഒരു 100 സെറ്റ് ചെയ്യാം, നിങ്ങൾക്കത് 20 സെറ്റ് ചെയ്താൽ മതി. ഞാനൊരു കൂടുതലാക്കിയിട്ടുള്ളതാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ 20 ആക്കിയിടാം. മുകളിലത്തെ റിപ്പീറ്റ് എവരി 20, അത് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ലിമിറ്റ് 20 കൊടുക്കുക. അപ്പം നമുക്ക് 100 ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് ഡണ്ണ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഡണ്ണ് കൊടുക്കുക. അപ്പം നമുക്ക് ഈ പരിപാടി കഴിഞ്ഞ് ഡണ്ണ് കൊടുക്കുക. എന്നിട്ട് ഇനി നമ്മുടെ പരിപാടി ഫ്രീ ഫയറിലാണ്. നമ്മൾ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ആവട്ടെ. ഓപ്പൺ ആയി വരുന്നുണ്ട്. നേരെ നമ്മൾ സെറ്റിങ്സ് പോയിട്ട് കസ്റ്റമൈസ് നമ്മുടെ ഇമോട്ടിൻ്റെ ബട്ടൺ ഉണ്ട്, അത് നമ്മൾ സെറ്റ് ചെയ്ത ഒരു പൊസിഷൻ ഇല്ലേ, ആ പൊസിഷനിൽ ഈ ഇമോട്ടിൻ്റെ ബട്ടൺ ആക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഇമോട്ടിൻ്റെ ബട്ടൺ അതിൻ്റെ അവിടെ നിൽക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വോളിയം അപ്പ് ബട്ടൺ ഞെക്കിയാൽ അത് ഒന്നുകൂടി ആവും. ശരിയായിരുന്നെങ്കിൽ ഒന്നാണ് തൊട്ടാൽ മതി. നമുക്കത് കാണിച്ച എലമെന്റ് കഴിഞ്ഞോട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്നിട്ട് ഒന്നുകൂടിയും കസ്റ്റമൈസ് പോയിട്ട് നമ്മുടെ ആ വോളിയം അപ്പ് ബട്ടൺ ഞെക്കിയ ശരിയാവും. ഇപ്പോൾ നമുക്കത് ആവണില്ല, കറക്റ്റായിട്ട് ആവണില്ല. അതുകൊണ്ട് നമ്മൾ കസ്റ്റമൈസ് പോയിട്ട് അത് ഞെക്കി കൊടുത്താൽ അവിടെ അത് എവിടെയാണെന്ന് മനസ്സിലാവും. ആ കണ്ട യൂസ് ബട്ടണിൻ്റെ അവിടെ, ആ യൂസ് ബട്ടൺ നീക്കി വെച്ചിട്ട് നമ്മൾ അവിടേക്ക് ഇമോട്ടിൻ്റെ ബട്ടൺ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ സെറ്റായി. ഇത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, ഇത്രയ്ക്കേ ഉള്ളൂ. ഇഷ്ടമുണ്ടോ? ഇത്രയുള്ളൂ വീഡിയോ. ഇറ്റ്സ് മീ TL5 സൈനിങ് ഔട്ട്.